ടിഷ്യൂ പേപ്പർ കൊണ്ട് റോസ് പൂ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുന്നത് കേട്ടോ. ഇത് സാധാരണ ടിഷ്യൂ പേപ്പറാണെങ്കിൽ നമുക്ക് വെള്ള കളറും എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ കളർഫുള്ളായിട്ട് ഏത് കളർ വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. അത് കടയിൽ നമുക്ക് ഈസി ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമുക്ക് വേഗം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് 6 സെൻറ്റിമീറ്റർ നീളം 4 സെൻറ്റിമീറ്റർ വീതിയിൽ കറക്റ്റായിട്ടുള്ള സ്ക്വയറിൽ നമ്മളൊന്ന് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാമേ. അപ്പോൾ നമ്മളിവിടെ മുറിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയെ ഫ്ലവർ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള DIY ക്രാഫ്റ്റൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള 6 എണ്ണം, ഓക്കെ, 6 പീസസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. 6 എണ്ണമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരെണ്ണം എടുത്തിരിക്കുകയാണ്, ഒരു സ്ക്വയർ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെ മടക്കേണ്ടതെന്നുള്ളത് നോക്കിക്കോളൂ കേട്ടോ. നമ്മളിത് ഒരു കോണായിട്ടൊന്ന് മടക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് തിരിച്ച് മടക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തിരിച്ചും ഒന്നുകൂടെ മടക്കിയിട്ടുണ്ട്. മനസ്സിലായല്ലോ അല്ലേ? അതിനുശേഷം പിന്നെയും മടക്കുകയാണേ. അടുത്തതും കൂടെ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഉറപ്പായിട്ടും. എന്നിട്ട് നമ്മൾ കത്രിക എടുത്ത് അത് നമ്മൾ നല്ല പെറ്റൽസിൻ്റെ ഷേപ്പിൽ സൂപ്പറായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിവർത്തി നോക്കുന്ന സമയത്ത് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമ്മൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള 5 എണ്ണം ഉണ്ടല്ലോ, അത് നമ്മൾ വേറെ രീതിക്കാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് കാണിച്ചു തരാം. സോറി. അപ്പോൾ നമ്മൾ ഇതേപോലെ മടക്കി, പിന്നെയും മടക്കി, പിന്നെ ഒന്ന് മടക്കി. അപ്പോൾ ഇങ്ങനെ മടക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇത്രയും ഇനിയും മടക്കിയില്ല. അപ്പോൾ നമ്മൾ ഇതോടുകൂടി സ്റ്റോപ്പ് ചെയ്യണേ. എന്നിട്ട് അതും പെറ്റൽസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യുന്നുണ്ട്. നിവർത്തി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒന്ന് കണ്ടോളൂ. കാരണം ആദ്യം കട്ട് ചെയ്ത് നമ്മൾ ഇതാണ് ഷേപ്പ്, ഇപ്പോൾ കട്ട് ചെയ്തതിൻ്റെ ഷേപ്പ് വേറെയാണ്. കണ്ടില്ലേ, വ്യത്യാസം കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇനി ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സെക്കൻഡ് ചെയ്തില്ലേ, അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ വേഗം കട്ട് ചെയ്തിട്ട് വരാം. ബൈ. അപ്പോൾ അമ്മമ്മ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കുകയാണ് നമ്മുടെ വിച്ചൂട്ടനും. മാനൂട്ടി ഇത് സ്റ്റൂളിൻ്റെ പുറത്തൊക്കെ കയറി നിൽക്കുകയാണ് കേട്ടോ, എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മക്കുട്ടി. അപ്പോൾ നമ്മൾ എല്ലാ പെറ്റൽസും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നോക്കാം. നമ്മൾ ഒരു പെറ്റൽ എടുത്തു, അതിനെ മടക്കി, അതിനെ പിന്നെയും മടക്കി, അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ക്ലിയറായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇതാ ഒരെണ്ണം കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതെന്തിനാ കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല. നമുക്ക് ഒറിജിനൽ ഇത് കിട്ടുമ്പോൾ നമുക്ക് നോക്കാം, എൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. പറയാം, ഇരുന്ന് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ടുണ്ട്, ഇരുന്ന് ഒരു ഫുള്ള് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്, ഇരുന്ന് 2 എണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇരുന്ന് 3 കട്ട് ചെയ്യും, ഇരുന്ന് ഹാഫ് കട്ട് ചെയ്യും. ഈ കട്ട് ചെയ്തൊക്കെ ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോന്നായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിത് ഒരെണ്ണം എടുത്തു, അതിൻ്റെ എഡ്ജൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ആ എഡ്ജൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒരെണ്ണം എടുത്തു, അതിൽ നമ്മൾ ആവശ്യത്തിന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ സൈഡിൽ നിന്ന് ഒട്ടിച്ചിട്ട് നമ്മൾ ഈ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തത് എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതും നമ്മൾ ഈ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ കട്ട് ചെയ്തതിൻ്റെയൊക്കെ ബാക്കിയുടെ ചെറിയ പീസാക്കി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ, കാണുന്നല്ലേ? അപ്പോൾ ഇതും നമ്മൾ ഇതേപോലെ തന്നെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്റ്റിക്ക് വെച്ച് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗോൾഡൻ കളറിലുള്ള കമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ കട്ട് ചെയ്തു, ആവശ്യത്തിന് നീളമനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം കട്ട് ചെയ്ത ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ഇതിൻ്റെ എഡ്ജിൽ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം. നമ്മൾ ഈ രീതിക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്.
പിന്നെ നമ്മൾ ഈ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെയൊക്കെ എഡ്ജിൽ നമ്മളൊന്നൊരു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒന്ന് സിസേഴ്സ് കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് അതിൻ്റെ ഹോൾ ഉണ്ടാവും. കാരണം ഈ സ്റ്റിക്ക് നമ്മളകത്തേക്ക് കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ അതിൻ്റെ വലുപ്പത്തിൻ്റെ ഇതനുസരിച്ച് നമ്മളിത് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പതുക്കെ നമ്മൾ ടിഷ്യൂ ആയതുകൊണ്ട് ഭയങ്കര തിന്നാണ് കേട്ടോ സംഭവം. അപ്പോൾ അതുകൊണ്ട് ഇത് കീറിപ്പോവാതെ ശ്രദ്ധയോടുകൂടി നല്ല ക്ഷമ എടുത്തിട്ട് വേണം കേട്ടോ ചെയ്യാൻ. പെട്ടെന്ന് ഉണ്ടാക്കി പോകാമെന്ന് കരുതരുത്. പക്ഷേ ഈസിയാണ്. ഒരിക്കൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതെല്ലാം അതിലേക്ക് കയറ്റി വെച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ എല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ തന്നെ അടിപൊളി ലുക്കായിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിടർത്തി കൊടുക്കുകയാണ്. കാരണം അതിൻ്റെ ഒരു പൂവിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ലീഫിൻ്റെ പരിപാടിയും കൂടി ഉണ്ട്. നമ്മൾ ഈ ഗ്രീൻ പേപ്പർ എടുത്തിട്ട് ഈ ഷേപ്പിലൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിലേക്കൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗ്രീൻ എടുത്തിട്ട് നമ്മളിതിൻ്റെ അടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ നല്ല തിന്നായിട്ട് ഇങ്ങനെ ഒരു സംഭവം വെട്ടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സ്റ്റിക്കിലേക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരുമാതിരി എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇത് ഡീറ്റെയിൽ ചെയ്യുന്നില്ല. ഇത് ലീഫിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. നമ്മളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ രീതിക്കൊന്ന് മടക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതല്ലാത്ത രീതിക്ക് നിങ്ങൾക്ക് ലീഫ് വേറെ എങ്ങനെയെങ്കിലും കട്ട് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നമ്മളിത് ലീഫ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലീഫ് കട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിതിനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ അടിപൊളി ഫ്ലവർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വേഗം കാണാം. ബൈ ഫ്രം കുൽമമ്മ, നമ്മുടെ അമ്മക്കുട്ടി. അമ്മ ബൈ.